ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇന്നലത്തെ എപ്പിസോഡിൽ സംഭവിച്ചത്. നമ്മുടെ റോക്കി സിജോയുടെ മുഖം ഇടിച്ചു പൊളിച്ചിരിക്കുകയാണ്. ദെൻ റോക്കി ഒരുപാട് വർഷങ്ങളായിട്ട് ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ബോക്സർമാരെ നമുക്കറിയാലോ, അത്യാവശ്യത്തിന് പവറൊക്കെ ഉണ്ടാവും അവരുടെ കൈക്ക്. അതിനുള്ള ഒരു എക്സാമ്പിൾ തന്നെയാണ് നമ്മുടെ ഗബ്രിയും ജാസ്മിനൊക്കെ സംസാരിച്ചിരുന്ന സമയത്ത് റോക്കി വന്ന് ബിഗ് ബോസിന്റെ അവിടെ ഇരുന്ന ടേബിൾ ഇടിച്ചപ്പോൾ തന്നെ ആ ഒരു ടേബിൾ പൊളിഞ്ഞു പോയി. അപ്പോൾ ഇത്രയും ഫോഴ്സിൽ സിജോനെ ആക്രമിച്ച സ്ഥിതിക്ക് സിജോക്ക് നല്ല പരിക്ക്, ആ ഒരു ഫേസിൽ നല്ല പരിക്കുണ്ടാവും. നമ്മുടെ ആ ഒരു ഇടിക്കുന്ന ഫോഴ്സ് ഒക്കെ നമുക്കറിയാം. റോക്കി ഇട്ടിരുന്ന മൈക്കൊക്കെ വലിച്ചൂരി നല്ല ഫോഴ്സിലാണ് സിജോയുടെ മുഖത്ത് ഇടിച്ചു പൊളിക്കുന്നത്. അപ്പൊ സിജോന് നല്ല പരിക്കുള്ളതായിട്ട് തന്നെയാണ് പറയുന്നത്. സിജോനെ ആശുപത്രിയിലേക്ക് മാറ്റിയതായിട്ട് നമുക്കൊരു അപ്ഡേറ്റ് കിട്ടുന്നുണ്ട്. ആശുപത്രി എന്ന് പറഞ്ഞാൽ പുറത്തേക്കല്ല, ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ തന്നെ ഇതിന്റെ സജ്ജീകരണം എല്ലാം ഉണ്ട്. അപ്പോൾ സിജോനെ അവിടത്തേക്ക് മാറ്റി എന്നാണ് പറയാൻ പറ്റുന്നത്. ആ ഒരു അടി കിട്ടിയപ്പോൾ തന്നെ സിജോ ആകെ മൊത്തം തളർന്നു പോയി. കാരണം റോക്കി ഒരുപാട് വർഷമായിട്ട് ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ സിജോ എത്ര വലിയ ഒരു ബോഡിയുള്ള ആളാണെങ്കിലും അല്ലെങ്കിൽ അത്രയും ഫിസിക്കൽ കണ്ടീഷനുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തന്നെ ഒരു ബോക്സറുടെ കയ്യിൽ നിന്ന് ഒരു ഇടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഭാഗം നല്ല രീതിയിൽ തന്നെ ക്ഷതമേക്കും. അത്തരത്തിൽ തന്നെ സിജോനും സംഭവിച്ചതായിട്ടാണ് പറയുന്നത്. സിജോ ആശുപത്രിയിലേക്ക് മാറി എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടുന്ന ഒരു അപ്ഡേറ്റ്. ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ഒക്കെ സിജോയെ വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവരും. അതിനുശേഷമായിരിക്കും റോക്കി ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവുക. റോക്കിയെ ബിഗ് ബോസിൽ വേണോ വേണ്ടേ എന്നുള്ളൊരു കാര്യം സിജോനോട് തീർച്ചയായിട്ടും ബിഗ് ബോസ് ചോദിക്കും. സിജോ തീർച്ചയായിട്ടും വേണ്ട, അവനെ പുറത്താക്കൂ എന്ന് തന്നെ പറയുള്ളൂ. പിന്നീട് റോക്കിയുടെ പോലീസ് കേസിന്റെ കാര്യം, തീർച്ചയായിട്ടും ഒരു പോലീസ് കേസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ സിജോയുടെ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ സിജോയുടെ ഏതെങ്കിലും ഒരു ഫാൻ പുള്ളിക്കാരനെതിരെ ഒരു പോലീസ് കേസ് കൊടുത്താൽ തീർച്ചയായിട്ടും അതിനെ ചുറ്റുപറ്റി അന്വേഷണം ഉണ്ടാകും. എവിഡൻസിന് വേണ്ടി വേറെ എവിടെയും പോകണ്ട, ബിഗ് ബോസ് തന്നെ നമ്മുടെ കേരളം ഒട്ടാകെ അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും ഫോഴ്സിൽ മൈക്ക് വലിച്ചൂരി ഒരു ഗുണ്ട തല്ലുന്നത് പോലെ നമ്മുടെ റോക്കി സിജോയെ അടിച്ച കാര്യം ബിഗ് ബോസ് തന്നെ ലൈവിൽ ടെലികാസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എവിഡൻസിന്റെ ആവശ്യങ്ങൾ തന്നെ ഒന്നുമില്ല. റോക്കിക്ക് നല്ല ഒരു പോലീസ് കേസ് നേരിടേണ്ടി വരും. റോക്കിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു അഹങ്കാരിയാണ് റോക്കി, തീർച്ചയായിട്ടും പറയാം. റോക്കിയുടെ ചുറ്റുപാട് അല്ലെങ്കിൽ റോക്കി വലിയൊരു സമ്പന്നനാണ്. റോക്കിക്ക് പോർഷ ഉണ്ട്, ലെംബോർഗിനി ഉണ്ട്, ബുഗാട്ടി ഉണ്ട്, ഒലക്കട മൂടുണ്ട്, 10 നില വീടുണ്ട്, 1200 സ്ക്വയർ ഫീറ്റ് മുറിയുണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. കുട്ടിക്കാലത്ത് തന്നെ ഏതോ ജന്മി ഫാമിലികളിലാണ് റോക്കി ഉണ്ടായത്. പണ്ട് തൊട്ടേ പണക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ പൊങ്ങച്ചം പറയുന്ന ഒരു വ്യക്തിയാണ് അസി റോക്കി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അഹങ്കാരം പുള്ളിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഇതോടുകൂടി അത് മാറിക്കിട്ടുമെന്നാണ് അറിയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. പോലീസ് കേസ് തീർച്ചയായിട്ടും ഉണ്ടാകും. എന്തായാലും എവിഡൻസിന്റെ കാര്യത്തിന് പോലീസിന് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ബിഗ് ബോസിന്റെ ക്യാമറ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും എവിഡൻസ് കിട്ടും. ജാസ്മിനെ ഭീഷണിപ്പെടുത്തിയത്, നമ്മുടെ ഗബ്രിയെ ഭീഷണിപ്പെടുത്തിയത്, മതിലുമ്മ കയറ്റി ഉരക്കുമെന്ന് പറഞ്ഞത്, കൊല്ലുമെന്ന് പറഞ്ഞത്, കാലും കൈയും തല്ലി പിടിക്കുമെന്ന് പറഞ്ഞത്, ഇപ്പോൾ സിജോന് ഇടിച്ചതുമായി. ഇനി എന്തൊക്കെ നടക്കുമെന്നാവോ. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്